ഒന്നാമത് കഥ തിരിഞ്ഞിട്ട് ഇവർക്കൊന്നും മൊത്തം ഫൈറ്റ് ആണ് സിനിമയില്. നമ്മളെ പറ്റിയല്ല, ഇവനെ പറ്റി എല്ലാരും പറഞ്ഞത്. ഇത് കഥ കഴിഞ്ഞിട്ടല്ല. അയ്യോ ഫ്ലൂപ്പേഴ്സ് ആവല്ലേ. റിവ്യൂ ശരിക്കും ക്യാപ്ഷൻ നോക്കണം. റിവ്യൂ വ്ളോഗിനായില്ലേ. ഹലോ ഗൈസ്, അപ്പം പടം കണ്ട് കങ്കുവ. അതിന്റെ മുന്നേ നമ്മളെ കഴിഞ്ഞ വീഡിയോയില് എനക്കും വന്നു സാ ഞാൻ പറയുന്ന കേൾക്കൂല. കഴിഞ്ഞ വീഡിയോയില് അത് പറ നിന്നെ നമ്മളെ പറ്റിയല്ല ഇവനെ പറ്റി എല്ലാരും പറഞ്ഞത്. കമന്റ് സെക്ഷൻ മുഴുവൻ ഈ മുടിക്കാരൻ എന്നാണ്. ബാക്കി ഞാൻ പറയുന്നില്ല, ഇങ്ങപോയി കണ്ടതാ. ഡിലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല, അധികം പറയണ്ടെന്ന് പറഞ്ഞു വാക്കൊന്നും അല്ലേ. അത് എന്താ വെച്ചാൽ നമ്മ റിവ്യൂ ശരിക്കും ക്യാപ്ഷൻ നോക്കണം. റിവ്യൂ വ്ളോഗിനായില്ലേ. ഒന്നാമത് എല്ലാരും പ്രോപ്പർ ആയിട്ടുള്ള റിവ്യൂ അല്ല. നമ്മ കണ്ടു, നമ്മളൊരു സിനിമ എങ്ങനെയുണ്ട് നമ്മൾ പറയുന്നത്. സിനിമ പറഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് സംഭവം. അത് നമ്മളവിടെ പോയിട്ട് ജഡ്ജ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മ ഒരു സാധാരണ ഓഡിയൻസിന്റെ ഒരു ഒപ്പീനിയൻ ആയിട്ട് കൂട്ടിയാൽ റിവ്യൂ അല്ല. അത് എക്സ്പെക്ട് ചെയ്തിട്ട് വന്നവര് നമ്മ പറയുന്നില്ല. ഇത് കണ്ടിട്ട് ഒരാളെ പോവാതിരിക്കണം നമ്മ പറയുന്നില്ല. നമ്മളെ അഭിപ്രായം പറയുന്നത് അല്ലെ, അത്രേ ഇല്ലു. അല്ലാതെ വേറെ ഒരു സംഭവം വിഷമായി കഴിഞ്ഞ നിങ്ങൾ അങ്ങനെ പറഞ്ഞു, ഓഡിയൻസ് അങ്ങനെ പറഞ്ഞോണ്ട് അതിന് പറയണ്ടേ. ആ സംഭവം എന്നാ അറിയോ, കൊറേ ആൾക്കാര് കണ്ടു ആ വീഡിയോ. സാധാരണ കാണുന്ന എത്ര ഒരു 100-200 ആള് കണ്ടാൽ മോസ്റ്റ് വാച്ച് ഇതൊരു 1800 ആൾക്കാര് പെട്ടെന്ന് ഒറ്റ 2 ദിവസം അടിച്ചാൽ കേറി ആ വീഡിയോ. അതില് പക്ഷെ നമ്മളെ വീഡിയോന്ന് പറയില്ല. അതിലിപ്പോ നോക്കി തിരിയും, അതില് ഫുള്ള് ആ സിനിമയെ കുറിച്ചല്ല പറഞ്ഞത്. പോയി ഏടല്ലോ അതിലത്തെ വണ്ടി അതെല്ലാം പറയുന്നത്. അതിലത്തെ വണ്ടീനെ കുറിച്ചിട്ടല്ല പറയുന്നത്. പക്ഷെ ആൾക്കാര് കാങ്കോ 3D, ഞാൻ അതിന്റെ 3D പടം കണ്ടു. തലയിലെ മേണത്തിനുള്ള ഒരുമാതിരി കണ്ണ് എടുക്കും. കൊറേ സമയം ഇത് കയ്യണ്ട ഈ സിനിമ എന്നാല് തീരെ കണ്ടുണ്ട്. കുറച്ച് കഴിയുമ്പോ ഞാൻ വെറുതെ ഫോൺ സമയം നോക്കി. എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട്, ഞാൻ ചോദിക്കാനാവില്ലല്ലോ എങ്ങനെയുണ്ട് സിനിമ. എനക്കൊന്നും തിരിയുന്നില്ല. ഞാൻ എല്ലാരും പായസത്തോട് വെച്ചു എങ്ങനെയുണ്ട് ഇവൻ എനക്ക് എല്ലാം തിരിഞ്ഞേ. ഞാൻ എന്റെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വന്നിട്ട് ബാക്കിലെ ചെങ്ങനെ പറഞ്ഞ നിങ്ങ ഉറങ്ങിയോ ചോദിച്ച് ബാക്കിലവരോട് നിങ്ങ ഉറങ്ങിയ സിനിമ എന്തൊരു നെഗറ്റീവ് ഇന്റർവെല് കഴിഞ്ഞിട്ട് ഉറങ്ങാ സമയമില്ല ഉറങ്ങാൻ. എടാ ഞാൻ പറഞ്ഞ ബാക്കിന്ന് നല്ല ബോറായി. അതൊന്നാണ് കഥ എല്ലാവർക്കും തിരിയുന്ന മാതിരിയല്ല. തമിഴ് അങ്ങനത്തെ തമിഴാണ്, പണ്ടത്തെ തമിഴ്. ഇങ്ങനെ കേട്ടിരുന്നാലും നമുക്ക് തിരിയും, എല്ലാം തിരിയുന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിനല്ലേ ഞാൻ പറഞ്ഞത്. ചെലേതല്ലേ പറഞ്ഞിട്ടേ. അതെ, ബാക്കി ഡൗട്ടില്ലല്ലേ ഞാൻ പറഞ്ഞു കൊടുത്തിന്. ഒന്നാമത് വരുന്ന ഇതിന്റെ 2ാം ഭാഗമുണ്ട്, ഞാനൊന്നും ഇല്ലാട്ട ഇതിന്റെ 2ാം ഭാഗത്തിന്. പിന്നെ ഇത് കഥ കഴിഞ്ഞിട്ടല്ല. അയ്യോ ഫ്ലൂപ്പേഴ്സ് ആവല്ലേ. ഇല്ലില്ല 2ാം ഭാഗം സ്പോയിലർ ആവും. തിരിയാൻ പോകുന്നില്ല. അതാണ്ടേ കാർത്തി ഉണ്ടോ റിവ്യൂ ആണല്ലേ പണ്ട്. അത് കട്ടാക്കണേ. അതെല്ലാരും അതെന്തായാലും ഇപ്പൊ ലീക്ക് ആവല്ലോ. ഏവറേജ് പടാണ് സത്യം. ഏവറേജ് ആണ്. ആവറേജ് ഉണ്ടോ? ഇല്ല, അത്രയും ഇല്ല. ആവറേജ് ഉണ്ട്. എനക്ക് ആവറേജ് ഉണ്ട്. എനിക്ക് തീരെ ഇല്ല. ഒന്നാമത് കഥ തിരിഞ്ഞിട്ട് ഇവർക്കൊന്നും മൊത്തം ഫൈറ്റ് ആണ് സിനിമയില്. ഒന്നാമത് കണ്ണ് വേനെടുത്തിട്ടുണ്ടല്ലോ. അതാ എനിക്ക് അതാ ഇറിറ്റേറ്റ് ആണ്. കണ്ണും തലയും വേനെടുത്തിട്ട് ഇട്ടോണ്ടിരിക്കാനൊന്നുമില്ല. അത്രയും സമയം കണ്ണാട ഭയങ്കര വെയിറ്റ് ഉണ്ട്. ആ കണ്ണാട വെയിറ്റിന്റെ ഒന്നല്ലടാ, അത് തോന്നിയത്. ആ കണ്ണാട നല്ല കട്ടിയില്ല. ഇടുമ്പോ മനസ്സിലായ നമുക്ക് പിടിക്കാത്ത. നമ്മ കണ്ണാടി ഇടല്ലല്ല, അതുകൊണ്ടത് 2-2.5 മണിക്കൂർ ആ കണ്ണാടി ഇട്ടിരുന്നില്ലേ. രാവിലെ എണീച്ച് പോയവരവസ്ഥ എന്തായിരിക്കുമല്ലോ. ശരിക്കും നെഗറ്റീവ് ആയി തോന്നുന്നുണ്ട്, പക്ഷെ ശരിക്കും ഇങ്ങനെയാണ്. നമ്മ ആക്കി പറയുന്നല്ല നമുക്ക് ശരിക്കും അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം കമന്റിൽ ഇതാക്കിയോണ്ടേ ഇപ്രാവശ്യം ഒന്നുമില്ല. പക്ഷെ ഈ വീഡിയോ കയറൂല. ഇവിടെ നെഗറ്റീവ് വീഡിയോ കയറൂല അല്ലേ. പക്ഷെ നെഗറ്റീവ് ഇവര് കണ്ടാളെ ഫാൻ ബോയ് പോലും പോലും ആവറേജ് പടം എന്ന് പറയുമ്പോ പടം എന്ന് പറയുമ്പോ അങ്ങനെ ചിലർക്ക് അങ്ങനത്തെ ഹേറ്റേഴ്സ് എല്ലാം കുറവാണ്. സിനിമ ഏറ്റവും കൂടുതൽ തമിഴ് ഹേറ്റേഴ്സ്. സിനിമ ഇറങ്ങാത്ത 2.5 കൊല്ലം കഴിഞ്ഞിട്ട് ഇറങ്ങിയ പടമാണ്. 2022 ഇവന്റെ എതിർക്കും
ഇതൊന്നാമത് ഇങ്ങനത്തെ ഒരു സിനിമ ആയോണ്ടാന്നല്ലേ? ഇത് ആക്ഷൻ ഫാന്റസി ആണ്. അതാണ് ജോണർ. ഇതിലുണ്ടല്ലോ പണ്ടത്തെ കാലം ഇപ്പഴത്തെ കാലം ലാസ്റ്റത്തെ എഡിറ്റിൽ പണ്ടത്തെ കാലം പണ്ടത്തെ കാലം ഫുള്ള് ഫൈറ്റിന്റെ മലയാളം ഇത് ആക്ഷൻ ഫാന്റസി ആണ്. ഫാന്റസിന്റെ അപ്പൊ നമ്മ അങ്ങനെ ലോജിക്ക് നമ്മ അങ്ങനെ നോക്കാൻ ഫുൾ CGI ആണ് മൊത്തം അല്ലെ. ഫാന്റസി എന്ന് പറഞ്ഞ ഒരു ജോണറിലാണ് വരുന്നത്. അപ്പൊ അതെന്താ പറയാത്തെ, അത് നിങ്ങൾ സാധാരണ ഒരു റിയലിസ്റ്റിക് പടം കാണുന്ന പോലെ കാണാൻ പറ്റുന്ന ഒരു പടം. 100 കോടി സൂര്യന്റെ 100 കോടി ഒന്നും ഉണ്ടാവാൻ അറിയില്ല. വിജയ് 275 കോടി അടുത്ത പടത്തിന് 300 275 കൈമ വെച്ചോടത്താണല്ലോ മേടിച്ചല്ലേ സംഭവം അവസാനത്തെ സിനിമയല്ലേ. അപ്പം അല്ലേ പാർട്ടിയെല്ലാം കൊണ്ടുവരണ്ടേ, ചാനലെല്ലാം തുടങ്ങുന്നുണ്ടല്ലോ പുതിയ. ഒരു ഏവറേജ് പടാന്ന് കങ്കുയ. നിങ്ങള് കാണണമെങ്കിൽ പോയി കാണാം അല്ലേ? കണ്ടിട്ട് കാണാതിരിക്കും. റിവ്യൂ കണ്ടിട്ടൊന്നും കാണാൻ പാടില്ല സത്യം പറയല ഒരു പടം. കാരണം എന്താ വെച്ചാല് ട്രെയിലർ പോലും കണ്ടിട്ടില്ല. ചെലപ്പോ ഈ പടം മോശം ഈ മൂന്നാളിടയിൽ തന്നെ ഗ്യാപ്പ്. നമുക്ക് മൂന്നാക്ക് ഒരേ ഏവറേജ് പടം. മൂന്നാക്കല്ല എനക്ക് കുറച്ച് നിങ്ങ ബിലോ ആവറേജ് അല്ല പറഞ്ഞേ. ഒരു ഏവറേജ് ഒരു 4.5. പക്ഷെ നിങ്ങളെക്കാട്ടിയും കൂടുതൽ അത്രയില്ലേ? അത്രയല്ലേ? എനക്കതിനെ കാട്ടിയുണ്ട്. നമ്മ റേറ്റിംഗ് ഇടാൻ നമ്മ കാര്യമല്ല. എന്നാലും അർച്ചലയിൽ എന്നാലും 4K 3D ഒക്കെ 3D എന്റെ പൊന്നു 3D ഭയങ്കര ഇതാണ് തലയിലെ മേലത്തെ തലയും കണ്ണും. അത് ഒന്നാത് സമയം നോക്കുന്ന അമ്മ സമയം 2.5 മണിക്കൂർ നോർമൽ ടൈം ഭയങ്കര നെഗറ്റീവ് ഡിഗ്രി ഇടിങ്ങ പടത്തിന് പൈസ തിനാ. അപ്പൊ ഓക്കെ, ഇത്രയില്ല നമ്മൾ ഇന്നത്തെ കങ്കുയ ചെറിയൊരു നമ്മളെ ഒപ്പീനിയൻ. വീണ്ടും പറയുന്നത് റിവ്യൂ അല്ലേ, ക്യാപ്ഷനിലെ റിവ്യൂ എന്നൊക്കെ ഉണ്ടാവും. നിങ്ങെന്ത് അല്ല കഴിഞ്ഞ കമന്റ് മറ്റേ നിങ്ങെന്ത് തേങ്ങ റിവ്യൂ പറയാൻ അറിയില്ല, നിങ്ങെന്ത് തേങ്ങ പറയുന്നത് മുടിക്കാരൻ എന്നോ പറയുന്നത്. പിന്നെ ഒരു കുറച്ച് വേർഡെല്ലാം ഉണ്ട്, ചെക്കനെ പറഞ്ഞ വിഷമാവും. അത് നമ്മ എന്തിനാ അമ്മ അവരെ പ്രോത്സാഹിക്കുന്ന പോലെ ആയില്ലേ അങ്ങനെ ഒന്ന് കമന്റ് ചെയ്യുന്നവരാ. അത് പിന്നെ അതുകൊണ്ട് എല്ലാരും കാണും ഫുള്ള്. അതുകൊണ്ട് നമുക്ക് ആ ഇനീഷ്യൽ റീച്ച് കിട്ടും. അതൊന്ന് ഇന്നത്തെ നമ്മളെ റിവ്യൂ കങ്കുയന്റെ അവർക്കെല്ലാം താങ്ക്സ് പറഞ്ഞു. താങ്ക് യു ഗൈസ്. കട്ടായിക്കോ.